ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 5Gയുടെ ജനറൽ സർവീസായിട്ട് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ഏകദേശം ഒരു 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ വേറെ പ്രയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തള്ളുമ്പോഴൊക്കെ നമുക്ക് ഒരു ടൈറ്റ് അനുഭവപ്പെടുന്നത് അത് ഈ ബ്രേക്കിൻ്റെ കേബിൾ, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ടാണ് ആ ടൈറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് അത് തന്നെ മതി. ബ്രേക്കിൻ്റെ കേബിളൊന്ന് മാറ്റിയിടാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് 10000 കിലോമീറ്ററിലാണ് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരാം. ഇപ്പോൾ 8000 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മാറ്റണ്ട, നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിൽ വേറെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നുമില്ല. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ബെൽറ്റ് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കേട്ടോ, ഒരു അനക്കം പോലും മാറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ അതൊന്നും വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഈ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ട് ഗ്രീസിങ് നടത്തണുണ്ട്. കാരണം അത് നമ്മളിപ്പോൾ ഉപയോഗിച്ചെങ്കിൽ ഒരു 1 ഇയറിൽ നമ്മളത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് തരണം. കാരണം ഞാൻ അതിൻ്റെ ഒരു ലക്ഷണമാണ് ആ ചുമന്ന കളറിലാണ് തുരുമ്പിൻ്റെ ഒരു പ്രസൻസാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മളൊന്ന് ഗ്രീസിങ് നടത്തി വയ്ക്കും കേട്ടോ. കാരണം ഞാൻ ഓട്ടോയുടെ CVT ക്ലച്ചാണ്. അതിൻ്റെ ഈ സൈഡിൽ നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഗ്രീസിങ്ങും മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഈ സർവീസിനകത്ത് പെടുത്തി അതുകൊണ്ട് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിള് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നം. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചോക്ക് കേബിളും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞാൽ ലിങ്കർ ടൈപ്പ് സസ്പെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫൈബർ ബൂഷാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കോളറിനൊരു തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് കൈയോടെ അഴിച്ച് മാറ്റിയിടാം. അതല്ലെങ്കിൽ ബാക്കിയത്തെ വേഗം അടുത്ത ബുഷ് സെറ്റ് ഫുള്ളായിട്ട് കംപ്ലൈൻറ്റിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ കോളർ മാത്രം ഒന്ന് അഴിച്ച് മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഞാൻ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ബ്രേക്കും നമ്മൾ അതിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനറൊന്നും ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല. 10000 കിലോമീറ്റർ ഓടിയാലും ഫ്രണ്ടൊന്നും ഒരു അനക്കം പോലും ഇല്ല. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ സെൽഫ് എടുക്കാനായിട്ട് ചെറിയൊരു ടൈം ലാഗ് കാണിച്ചിരുന്നു. അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി വണ്ടിയിൽ വന്നിട്ടുള്ള ബാറ്ററിയാണ് നമുക്ക് ഇത് ഇരിക്കുന്നത്. അത്യാവശ്യം കിലോമീറ്റർ മറ്റേ വർഷം കണക്ക് കൂട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. 12.5 അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് ബാറ്ററി കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് കേട്ടോ. പക്ഷേ നമുക്ക് ഇത് സെൽഫ് അല്ലാത്ത സമയങ്ങളിൽ സെൽഫ് എടുക്കുമ്പോൾ വർക്കിംഗ് ആണ്, വേറെ പ്രശ്നമില്ല. അപ്പോൾ നിലവിൽ സെൽഫിൻ്റെ ഇപ്പോൾ 2 ദിവസമൊക്കെ ഇരുന്നിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും ആ പ്രശ്നം കാണിക്കുക. അപ്പോൾ നമ്മൾ കിക്കറൊന്ന് അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയും റീപ്ലേസ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ആ കറക്റ്റ് ആ ഒരു പവർ കിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ കേസ് 100% ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന ബാക്കിത്തെ വണ്ടി സെൽഫിൽ ആവണുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ബാറ്ററി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ വേറെ കംപ്ലയിൻസ് അങ്ങനെ നമുക്ക് വേറെ കുറേ നാളത്തേക്ക് ഒരു 2 വർഷം എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും 2 കൊല്ലത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ബാറ്ററി ഫുൾ ഡെഡ് മാക്സിമം എടുക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് ആയിട്ട് മാറ്റിയാലും മതി. അങ്ങനെ ഒരു ഓപ്ഷനിലോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക്. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ കേസായാലും പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് എയർ ഫിൽറ്റർ കൂടി ഒരുമിച്ച് മാറ്റിയാൽ മതി. രണ്ടും കൂടി സെറ്റായിട്ട് മാറേണ്ടതാണ്. അത് നമുക്ക് അടുത്ത സർവീസിൽ ചെയ്താൽ മതി. കാരണം 10000 കിലോമീറ്ററിലാണ് അതിൻ്റെ സർവീസ് വരാം, റീപ്ലേസ്മെൻറ്റ് വരാം. ഇപ്പോൾ 8000 സംതിങ് ആയിട്ടുള്ളൂ. കാര്യം നമുക്കൊരു 1000-1200 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ 1200 കിലോമീറ്റർ ചിലപ്പോൾ ഈ വണ്ടി ഓടുന്നത് ഏകദേശം ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ടൊക്കെ ആയിരിക്കും. ഒട്ടും കുറവുള്ളൂ. അപ്പോൾ മാക്സിമം ആയിട്ട് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട്. അതാണ് ഇത്രയും കേസാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടാകും. നമുക്ക് അതിൻ്റെ ചേഞ്ച് ചെയ്യേണ്ട പാർട്സ് എന്നൊക്കെ ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ മാറണം. അത് സർവീസിൻ്റെ ടൈമായിട്ട് നമുക്ക് ചെയ്യണം. പിന്നെ ഈ ഫ്രണ്ടിൽ വന്ന കുഷൻ, അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാറ്റാം. ബാറ്ററിയുടെ കേസ് പിന്നെ ഞാൻ ഈ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല കേട്ടോ. അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ വരുമ്പോഴത്തേക്കും ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ അത്രയായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.